സീതയുടെയും രാമന്റെയും പ്രണയം കേവലമൊരു കഥയല്ല, മറിച്ച് ത്യാഗത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും പവിത്രമായൊരു വികാരമാണ്. ഭാരതീയ സങ്കല്പമനുസരിച്ച് ആദർശ ദാമ്പത്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇത് നിലകൊള്ളുന്നു. മിഥിലയിലെ കൊട്ടാരമുറ്റത്തുവച്ച് ആദ്യമായി പരസ്പരം കാണുന്ന ആ നിമിഷം മുതൽ അവരുടെ മനസ്സുകൾ ഒന്നായിരുന്നു. വാക്കുകൾക്കതീതമായ ഒരാത്മബന്ധമായിരുന്നു അത്. കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് രാമനൊപ്പം വനവാസത്തിനു പോകാൻ തയ്യാറായ സീതയുടെ തീരുമാനം പ്രണയത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. രാമന്റെ സന്തോഷമാണ് തന്റെയും സന്തോഷമെന്ന് സീത വിശ്വസിച്ചു. വിയോഗത്തിന്റെ കഠിനമായ നാളുകളിൽ പോലും സീത തന്റെ രാമനിൽ പൂർണ്ണമായി വിശ്വസിച്ചു. രാമനാകട്ടെ സീതയെ വീണ്ടെടുക്കാൻ സമുദ്രം കടന്നും പോരാടി. അവർ കേവലം മനുഷ്യരായല്ല, മറിച്ച് പ്രകൃതിയും പുരുഷനും പോലെ മാറ്റാനാവാത്ത ഒരു ഊർജ്ജമായിട്ടാണ് കാവ്യങ്ങളിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. ആദികവി വാൽമീകി തന്റെ രാമായണത്തിൽ ഇവരുടെ ബന്ധത്തെ വിവരിക്കുന്നത് ചന്ദ്രനും ചന്ദ്രികയും പോലെ എന്നാണ്. അതായത്, ചന്ദ്രനില്ലാതെ നിലാവിനും നിലാവില്ലാതെ ചന്ദ്രനും നിലനിൽപ്പില്ല. വനവാസത്തിനിടെ അത്രി മഹർഷിയുടെ പത്നിയായ അനസൂയ സീതയോട് പതിവ്രതാധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സീത മറുപടി പറയുന്നത് തന്റെ രാമനോടുള്ള സ്നേഹം ലൗകികമായ ഒന്നല്ല, മറിച്ച് അത് ആത്മാക്കൾ തമ്മിലുള്ള ഒന്നാണെന്നാണ്. കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീത എന്ന കൃതിയിൽ സീത തന്റെ പ്രണയത്തെയും രാമന്റെ രാജധർമ്മത്തെയും കുറിച്ച് നടത്തുന്ന ആത്മകഥകൾ വളരെ പ്രസിദ്ധമാണ്. രാമനും സീതയും അവരുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും വിയോഗത്തിലാണ് ചിലവഴിച്ചത് എന്നത് ഈ പ്രണയത്തിന്റെ മറ്റൊരു വശമാണ്. ലങ്കയിലെ അശോകവനത്തിലിരിക്കുമ്പോൾ സീതയുടെ ഏക ആശ്വാസം രാമനെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. മറുവശത്ത് സീതയെ തിരഞ്ഞുള്ള രാമന്റെ യാത്ര പ്രണയത്തിനുവേണ്ടി ഒരു രാജാവ് എത്രത്തോളം കഷ്ടതകൾ സഹിക്കുമെന്നതിന്റെ തെളിവാണ്. രാമായണത്തിലെ ഏറ്റവും ഹൃദയഭേദകവും അതേസമയം ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു ഭാഗമാണ് ശ്രീരാമൻ സീതയെ ഉപേക്ഷിക്കുന്നത്. ഈ സംഭവത്തെ പല വീക്ഷണകോണുകളിലൂടെയും ചരിത്രകാരന്മാരും സാഹിത്യകാരന്മാരും നോക്കിക്കാണുന്നുണ്ട്. രാമനൊരു വ്യക്തി എന്ന നിലയിൽ സീതയെ അഗാധമായി സ്നേഹിച്ചിരുന്നു. എന്നാൽ ഒരു രാജാവ് എന്ന നിലയിൽ പ്രജകളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ അദ്ദേഹം ബാധ്യസ്ഥനായിരുന്നു. ലങ്കയിൽ കഴിഞ്ഞ സീതയുടെ പവിത്രതയെക്കുറിച്ച് അയോധ്യയിലെ ഒരു സാധാരണക്കാരൻ ഉന്നയിച്ച ആക്ഷേപം രാമനെ വല്ലാതെ വേദനിപ്പിച്ചു. തന്റെ വ്യക്തിപരമായ ഇഷ്ടത്തേക്കാൾ വലുത് രാജ്യത്തിന്റെ അന്തസ്സും പ്രജകളുടെ സംതൃപ്തിയുമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. രാമായണത്തിന്റെ അവസാന ഭാഗമായ ഉത്തരരാമായണത്തിലാണ് ഈ കഥ പറയുന്നത്. ഗർഭിണിയായിരുന്ന സീതയെ ലക്ഷ്മണൻ മുഖേന വനത്തിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ അഭയം പ്രാപിച്ച സീത അവിടെ വെച്ച് ലവനെയും കുശനെയും പ്രസവിക്കുന്നു. മലയാള സാഹിത്യത്തിൽ ഈ സംഭവത്തെ വളരെ വികാരാധീനമായി അവതരിപ്പിച്ചിട്ടുണ്ട്. രാമന്റെ ഈ തീരുമാനത്തെ സീത ചോദ്യം ചെയ്യുന്നതും തന്റെ അഭിമാനമുയർത്തിപ്പിടിക്കുന്നതുമാണ് ഈ കാവ്യത്തിന്റെ പ്രമേയം. രാജധർമ്മത്തിന്റെ പേരിൽ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടിവരുന്ന അനീതിയെ ആശാൻ ഇതിൽ വരച്ചുകാട്ടുന്നു. പഴയകാല സിനിമകൾ മുതൽ ആധുനിക സിനിമകൾ വരെ ഈ വിരഹവും ത്യാഗവും വലിയ പ്രമേയങ്ങളാണ്. വിയോഗത്തിലും നിലനിൽക്കുന്ന പ്രണയത്തിന്റെ നോവായി ഇതിന്നും തുടരുന്നു. നൊടുവിൽ അയോധ്യയിൽ തിരിച്ചെത്തിയ സീതയോട് വീണ്ടും അഗ്നിശുദ്ധി തെളിയിക്കാനാവശ്യപ്പെട്ടപ്പോൾ തന്റെ പരിശുദ്ധി സത്യമാണെങ്കിൽ ഭൂമി പിളർന്ന് തന്നെ സ്വീകരിക്കട്ടെ എന്ന് സീത പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സീത ഭൂമിയിലേക്ക് മറയുന്നതോടെ ആ പ്രണയകഥ ലൗകികമായി അവസാനിക്കുന്നു.